ആദ്യമായി പ്രഷർ കുക്കർ അടുപ്പത്ത് വയ്ക്കാം. 1 കപ്പ് ക്യാരറ്റ്, കുറച്ച് പട്ടാണി. ആ പട്ടാണി ഞാൻ കുതിർത്ത് വെച്ചിരുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 പ്രഷർ പോകുന്നത് വരെ ഗ്യാസിൽ പ്രഷർ കുക്കർ വെച്ച് വേവിക്കേണ്ടതാണ്. ആവശ്യമായ മസാല തയ്യാറാക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ചെറിയൊരു കഷ്ണം പട്ട, ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പു ചേർത്ത് വഴറ്റിയെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതിലേക്കൊരു 3 പച്ചമുളക് കീറിയതിട്ട് വഴറ്റാം. ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വഴറ്റാം. ഒരു ടൊമാറ്റോ അരിഞ്ഞത് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റുക. അതിനുശേഷം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളുടെ എല്ലാത്തിൻ്റെയും പച്ചമണം പോകുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. ഇനി ഈ മസാലക്കൂട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. വേവിച്ച് വെച്ച പൊട്ടറ്റോ, ക്യാരറ്റ്, ഗ്രീൻ പീസൊക്കെ നോക്കാം. നന്നായിട്ടത് പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മളെ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ പീസസ്, ഇതൊരു 100 ഗ്രാം ഉണ്ടാവും, കട്ട് ചെയ്താണ്. അതും 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി കൂട്ട് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർക്കാം. ഇതിൻ്റെ പുളി, ഉപ്പ് പിന്നെ ക്രമീകരിക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര. ഇനി അത് അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം, ചെറിയ 3 ബട്ടറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി, അതായത് ഉലുവ ചീര ഉണക്കി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം.